ഓ കട്ടൻ ചായ ഇത് എത്ര ചായയാണ് പാല് കുടിക്കണം ഒരു ദിവസം? ഇപ്പൊ ഈ 11 മണിക്കുള്ളിൽ എത്ര ചായ കുടിച്ചു നിങ്ങള്? എന്റെ ആരോഗ്യ രഹസ്യം കട്ടൻ ചായയാണ്. ജീവൻ ടോൺ. ആ ജീവൻ ടോൺ ഇനി തിളപ്പിക്കണം. എന്തോ ഒരു കൊടുങ്കാറ്റ് പോലെ ദിനോസറാടാ എണീറ്റ് വന്നാ വായും പൊളിച്ച് പറഞ്ഞാണ്. എത്ര മണിയായെന്ന് അറിയാമോടാ? എത്രയായി? 10:45. 10:45 ആയിട്ടുള്ളൂ. നിനക്ക് ഈ 11 കാലം 12 മണിയൊക്കെ കൊച്ചു എളുപ്പാൻ കാലമാണാടാ? ആണാടാ? അല്ല എനിക്ക് ക്ഷീണം. നിനക്ക് എന്തോ നീ പാറപടി കളിക്കാൻ പോയാ? അതാ പാറ പൊട്ടിക്കാൻ പോയാ? ഗെയിം കളിച്ചോണ്ടിരിക്കും. ഗെയിം എന്തോ ഗെയിം? ഒരു ഗെയിം ഇപ്പൊ ഒരു 3ാമത്തെ ലെവലെത്തി. 3ാമത്തെ ലെവലെത്തി. കുറെ പൈസ കിട്ടിയാ? അതാണ് ഞാൻ ലെവലെത്തിയ ഒരു കാര്യം ഞാൻ ലെവലെടുത്ത് അമ്മേനെ കൊണ്ടുവിടാ, പുഴുകി തരും. പിന്നെ ഇതെന്തോന്നടാ നേരം വെളുക്കോളം ഗെയിം ആണല്ലേ? മുമ്പുണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനത്തെ സ്വഭാവം? അമ്മ അതെല്ലാം ഈ മാർച്ച് തൊട്ട് ഈ കൊറോണ വന്നങ്ങ് കീഴടക്കിയില്ലേ, പിന്നെ ജോലിയും പോയി ഒന്നുമില്ല, ബോറടിച്ച്. പിന്നെ എന്ത് ചെയ്യാ ഞാൻ? എവനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. ഇപ്പോഴത്തെ ആമ്പിളരും പെമ്പിളരും നേരം വിളിക്കുന്നതിന് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും. കണ്ണടിച്ച് പോകുമ്പോ അറിയും. ഇപ്പോഴത്തെ ജീവിത രീതിയൊക്കെ മാറിയില്ലേ കൊറോണ ഒക്കെ വന്നതിന് ശേഷം? 2-3 മാസം എല്ലാരും ഭയങ്കര നിയന്ത്രണമൊക്കെ ആയിരുന്നു. ഇപ്പൊ ജാഗ്രത ഇല്ല, നിയന്ത്രണം ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഈ പറഞ്ഞ കാര്യമില്ല, മനുഷ്യന്മാരല്ലേ, പരിധികളും പരിമിതികളൊക്കെ ഉണ്ട്. അല്ലേ കുളിക്കാൻ എങ്ങനെ ചാമ്പലെ വെള്ളം വീഴും പോലെ തെറിക്കൂലേ? അത് മൊത്തം അഴുക്കല്ലേ? ഇന്നലെ കുളിച്ചാ നീ? ഇന്നലെ കുളിച്ചെന്ന് തോന്നുന്നു. മിനിയാന്ന് കുളിച്ചാ? ഏതാഴ്ച കുളിച്ച ജോലി? ഇന്നലെ വല്ലതും കഴിച്ചിട്ടാണ് കിടന്നേ? ഇല്ല. അത് ലാഭമായി, കഴിക്കരുത്. നമുക്ക് ലാഭങ്ങൾ ഉണ്ടായി തരണം. അതെ അതെ അതെ. സ്വാമി കുഞ്ഞുങ്ങൾ വരുമ്പോ സോംബിയുടെ അച്ഛനാര്? അച്ചായി, സോംബി അച്ചായി. എന്നടാ ഇപ്പഴാണ് എണീക്കണേ? അല്ല ഞാനൊരു 1 മണിക്കൂറായി. 1 മണിക്കൂറാ? അരമണിക്കൂർ. വിശക്കണ കഴിക്കാൻ വല്ലോ ഉണ്ടാ? പല്ല് വെച്ചാ നീ? സംസാരിക്കും. അതെ അതെ പല്ല് വെച്ചിട്ടില്ല, അത് തന്നെ കാര്യം. പറയുന്ന ആള് പിന്നെ ഭയങ്കരമുള്ളൂ. പല്ല് ചേച്ചി ഇല്ല തേച്ചി. പിന്നെ ആ പറഞ്ഞ സ്മെൽ അടിക്കണെന്ന് ചുമ്മാ രാവിലെ ചേട്ടൻ പല്ല് ചേച്ചാ? നിന്റെ തന്നെ ആയിരിക്കും, അവന്റെ തന്നെ ആയിരിക്കുള്ളൂ. വേണ്ട, ഇനി പരസ്പരം ടെസ്റ്റ് ചെയ്ത് ബോധം കെട്ട് വീണ്ടുണ്ട്. കുളിച്ചാ നീ? ഇല്ല, വൈകിട്ട് കുളിക്കാം. ഇന്നലെ കുളിച്ചാ? രാവിലെ കുളിച്ചു. ഈ ചുമ്മാ അല്ലേ ഉമ്മര് വരുമ്പോ വല്ലാത്തൊരു സ്മെല്ല് കേട്ടോ. ഉള്ള കാര്യം ഒറ്റ ഒരെണ്ണം കുളിയില്ല, പല്ല് വെപ്പില്ല, വൃത്തിയില്ല. ഇത് രാവിലെ നേരം വെളുത്തല്ലേ ഉള്ളൂ, ചെയ്യാലോ സമയം. 11 മണി രാവിലെ അല്ല, പിന്നെ രാത്രി നേരം എടുക്കൂടാ. എണീക്ക് 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 എണീക്ക്. ശല്യപ്പെടുത്താതെ 1 മണിക്കൂർ 1 മണിവരെ കിടന്ന് ഉറങ്ങട്ടടാ. എണീക്ക്. വണ്ണോ പൊക്കോ ഇല്ലെങ്കിലും വെയിറ്റ് കൊടുക്കുന്ന വെയിറ്റാണ്. അങ്ങനെ കിടന്ന് ഉറങ്ങണ്ട, ഒരു കഷ്ടവും ഇല്ല. കൊറേ കിടന്ന് ഉറങ്ങി. എന്തോന്നിത് ഉച്ച വരെ കിടന്ന് ഉറങ്ങടാ. ഞാൻ പറഞ്ഞു കൊച്ചിന് ഉറക്കം തെളിഞ്ഞില്ല, 2 മണി കിടന്ന് ഉറങ്ങിട്ട്. ഞാൻ ഒരു കാര്യം ഇറക്കാം, നാളെ തൊട്ട് രാവിലെ 8 മണിക്ക് അല്ലെങ്കിൽ 8:30 എഴുന്നേറ്റ് ആവണം. അതിനപ്പുറം വേറെ ഒരു സമയം ഇല്ല. അമ്മ അത് കുറച്ച് കടുപ്പല്ലേ? വേണേ ഞാൻ ഒന്നുകൂടെ കടുപ്പിച്ചേടാ. വേണ്ട, ഇവക്കൊക്കെ ഉണ്ടല്ലോ 7 മണിക്ക് ഓൺലൈൻ ക്ലാസ് ആക്കണം, അതാ വേണ്ടത്. ഇങ്ങനത്തെ ഉറക്കണേന് ഇങ്ങനെ അമിതഭാരം കൊടുക്കാതെ ഇപ്പൊ തന്നെ പഠിച്ചു പഠിച്ച് കൊച്ചിന്റെ നടുകൊടിഞ്ഞ്. നമ്മളാണ് ഈ കാലഘട്ടത്തിൽ പഠിച്ചിരുന്നെങ്കിലല്ലോ ഊപ്പാട് വന്നു. തന്നെ അത്രയ്ക്ക് സ്നേഹമുണ്ട് പിള്ളേരൊക്കെ. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. വർഷത്തിൽ 6 മാസം പുസ്തക പഠനം, ബാക്കി അങ്ങോട്ട് പ്രകൃതിയോട് അങ്ങ് മല്ലിട്ട് പ്രകൃതിയെ ഇറങ്ങി പ്രകൃതിയെ മനസ്സിലാക്കി അങ്ങനെ ചെയ്യും. അപ്പം അറിവുകൾ കിട്ടും. ഇതാകുമ്പോൾ 10-20 വയസ്സ് വരെ കിടന്ന് മാർക്കിന് വേണ്ടി പഠിച്ച് തലയ്ക്കകത്ത് ഒന്നുമില്ല, വിവരമില്ല. അല്ലെങ്കിൽ ബെസ്റ്റ് ഇരിക്കണ ഉമ്മയാണ്. ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം. അതാകുമ്പോൾ അടുക്കും ചിട്ടയുണ്ട്. പിന്നെ വല്ലപ്പോഴേക്കും ഗുരു കാട്ടിൽ വിറവ് പിടിക്കാൻ വിടുമെന്നുള്ളത് അത് നമ്മൾ അഡ്ജസ്റ്റ് നിന്നാൽ മതി. അതൊന്നും ഇപ്പൊ ഉണ്ടാവില്ല, ഗ്യാസ് ഒക്കെ ഉണ്ടാവും ഗുരുവിന്റെ കയ്യിൽ. ഗുരുവിന്റെ ഗ്യാസ് ഉണ്ടോ? പിന്നെ വിറകിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ബാലു ലോകം മാറി, വിഷയങ്ങൾ പുതിയ കണ്ടെത്തലുകളിലും പുതിയ സാങ്കേതിക തലത്തിലൊക്കെ എത്തി. അതനുസരിച്ച് പഠന രീതികളും മാറണമല്ലോ. മാറണമാണ്, ആവശ്യമുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പം ഞാൻ പറഞ്ഞ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം ആയിരുന്നെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം വീട്ടു ജോലിയും പഠിക്കും, പ്രകൃതിയോട്ട് ഇണങ്ങി ചേരാൻ ചെയ്യാം. അതാണ് ഞാൻ ഗുരുകുല സമ്പ്രദായത്തിലാണ്. അപ്പം നീ പറഞ്ഞ ഗുരുവിന് ഗ്യാസ് ഉണ്ടെന്ന് ഒരു ബുക്ക് ഇറക്കിയാലോ? എന്തിന്? ബാലചന്ദ്രൻ തമ്പിയുടെ പുതിയ പഠന പദ്ധതികൾ എങ്ങനെയുണ്ടാവും? ഞാൻ എഴുതാനാ? ആലോചിക്കുന്നതാണ്. 4 വഴിക്കുന്നത് നല്ല ഇടിക്കിട്ടുന്ന കേസാ, വേണമെങ്കിൽ എഴുതിക്കോ. വേണ്ട, വിട്ടേക്ക്. ഇടിയിട്ട് പരിപാടി നമ്മളില്ല. പോയി കുളിക്കിനി ചെല്ല്. അമ്മ ഞാൻ കഴിച്ചിട്ട് കുളിക്കാം. ഇവൻ കുളിച്ചിട്ട് ഞാൻ കുളിച്ചോളാം. ഞാൻ ചായ കുടിച്ചിട്ട് ഞാൻ കുളിച്ചോളാം അമ്മ, പ്ലീസ്. എന്തോ
അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ വെളുപ്പാങ്ങനെ നമുക്ക് എഴുച്ചിരുന്ന് പുസ്തകം വായിക്കണ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇല്ലടാ? അച്ഛാ ഇപ്പൊ തൽക്കാലത്തിന് ഇങ്ങനെ പോട്ടെന്ന് നമുക്കെല്ലാം ശരിയാക്കാം. ഓക്കേടാ. ഞാൻ ശരിയാക്കി തരടാ അല്ലെങ്കിൽ? വേണ്ട ശിവ, നമ്മള് ഈയിടെയായിട്ട് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അയ്യോ ഇത് ആരേ പറയുന്നേ? പാതിരാത്രി കൂടെ എന്റെ അടുത്ത് വർത്താനം പറഞ്ഞോണ്ടിരിക്കണത് നീയാ? ഒരു കാര്യം പറഞ്ഞേക്ക, രാത്രി 10 മണിക്കുള്ളിൽ കിടന്നുറങ്ങിക്കണം, ലൈറ്റ് ഓഫ് ചെയ്തോളണം. നീ 11 മണി, അതിനപ്പുറം നീയും പോകാൻ പാടില്ല. ഞാൻ ശ്രമിക്കാം അമ്മ. ശ്രമിക്കാൻ പറ്റില്ല, ചെയ്യണം. പോടെ പോയി കുളിക്കാൻ നോക്ക്, ചെല്ല്. പോടാ. ക്ഷയിച്ചിട്ട് ചായ കുടിച്ച് ചായ കുടിച്ച് പോ. നീ എന്തിനാ 10 മണിക്ക് കിടന്നുറങ്ങുന്നത്? ഉറക്കം വന്നിട്ട് നമുക്ക് ലൈറ്റ് ഇട്ട് കുറെ നേരം സംസാരിച്ചിരിക്കാടി. എന്തിന് ലൈറ്റ് ഇട്ട് കുറെ നേരം സംസാരിക്കണം? പകല് ലൈറ്റ് ഇടാതെ ഫാൻ ഇടാതെ ആ പുറത്തു വരുന്നത് സംസാരിക്കാലോ. വെറുതെ കറണ്ട് കാശ് വേണം.